നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മൗലിദും ഘോഷയാത്രയും ഹൈന്ദവരുടെ കൃഷ്ണജയന്തി പോലെ, ക്രൈസ്തവരുടെ ദുഃഖവെള്ളി പോലെ മറ്റു മതത്തിന്റെ ആചാരം അല്ലേ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് അത് ബിദ്അത്തല്ലേ? അല്ലാതെ തെളിയിക്കാൻ നിങ്ങൾ കൊണ്ട് പറ്റുമോ? അങ്ങനെ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? മറ്റു മതത്തിന്റെ ആചാരം ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം നിങ്ങളോട് ചോദിച്ചു ഇറങ്ങാനല്ല, നിങ്ങളത് ബിദ്അത്തല്ലേ എന്ന് ചോദിച്ചു. എന്താണ് ഈ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയിട്ടില്ല? മതത്തിന് ഉള്ളവരെ വെട്ടി ചുരുക്കുന്നതിന് ബിദ്അത്ത് പറയും. പിന്നെ ഇല്ലാത്ത അതൊക്കെ ഒരു ഭാഗമാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അത് പറയും. കണ്ടോ നിങ്ങളെ വിഷയത്തിന് ഞങ്ങളെ കുറ്റപ്പെടുത്തല്ല, ഞങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തും. നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചെന്ന മൗലവിമാരുടെ അജ്ഞതയാണ് ഇതിന് കാരണം. കഥജൈവ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ അല്ല, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല, നിങ്ങളൊന്നും കരുതരുത്. നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചൊക്കെ പഠിപ്പിച്ചത്. നിങ്ങളല്ല ഞാൻ അഭിമുഖമായി കാണുന്നത്. നിങ്ങൾക്ക് ഈ ദുർവ്യാഖ്യാനം പഠിപ്പിച്ചത് മൗലവിമാരെ. അത് ബിദ്അത്തല്ലേ എന്ന് ചോദിക്കും. എന്താ ബിദ്അത്ത്? അത് ഓർക്കോട്ടെ അറിയില്ല. എന്നാ ഞാൻ പഠിപ്പിച്ചാലോ ബിദ്അത്ത് എന്താ? ഞങ്ങൾ പറഞ്ഞത് ഷാഫി ഇമാം പറയട്ടെ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആരാ? ഹിജ്റ 150 ജനിച്ച മഹാനാകുന്നു. 150 എന്ന് പറഞ്ഞാല് സമസ്തയും കേരളമൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് 1300 കൊല്ലം മുമ്പ് ജീവിച്ച പണ്ഡിതൻ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആലിമു ഖുറൈശിൻ യംലഉ ത്രിബാഅൽ അർദി ഉൽമാ. ഖുറൈശിയിലുള്ള ഒരു പണ്ഡിതൻ ഇവിടെ വരാൻ പോകുന്നു. ലോകം മുഴുക്കെ, ഭൂമി മുഴുവനും ഇൽമാൽ, വിജ്ഞാനം കൊണ്ട് നിറക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ആ വചനം സാക്ഷാത്കരിക്കുന്നത് ഷാഫി ഇമാമിലൂടെയാണ് എന്ന് 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു. അങ്ങനെയുള്ള ഷാഫി ഇമാമ് പറയാൻ എന്തിനാണ് ഈ ദീനിലെ ബിദ്അത്ത്, അതായത് ദീനിൽ തെറ്റായത്, കുറ്റകരമായ പുതു നിർമ്മിതി എന്ന് പറയൽ എന്തിനാണ്? ബഹുമാനപ്പെട്ടവർ പറയുന്നു, മാ ഉഹദിത യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അഖറൻ ഔ ഇജ്മാഅൻ ഫഹാദിഹി ബിദ്അത്തു വലാല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. സനദ് സഹിതം ഇമാം ബൈഹഖി തന്റെ മനാഖിബു ഷാഫി എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നു. ഇമാം നവവി തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ ഉദ്ധരിക്കുന്നു. ഹാഫിദ് അസ്സഹബി സിയറു അലാമുൻ നുബല എന്ന കിതാബിൽ എല്ലാവരും ഉദ്ധരിക്കുന്നു. എന്താ ഈ പറഞ്ഞത്? പറഞ്ഞതൊന്നുമല്ല, മറ്റൊന്നുമല്ല, ഒരു പുതുതായി ഒരു കാര്യമുണ്ടായി. അത് യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അസറൻ ഔ ഇജ്മാഅൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചതുർപ്രമാണങ്ങൾ, ഖുർആൻ അല്ലെങ്കിൽ സുന്നത്ത് അല്ലെങ്കിൽ ഇജ്മാ അല്ലെങ്കിൽ അസർ എന്ന് പറഞ്ഞല്ലോ. ഈ പറഞ്ഞ 4 കാര്യങ്ങളോടും എതിരായിട്ട് ഉണ്ടാകുന്ന പുതിയ കാര്യമാണോ, മതത്തിൽ ഉണ്ടാകുന്ന പുതിയ കാര്യമാണോ ഹാദിഹിൽ ബിദ്അത്തുൽ വലാല. അതിനാണ് പിഴച്ച പുതുനിർമ്മിതി. വകുല്ലു ബിദ്അത്തിൻ വലാല വകുല്ലു വലാലത്തിൻ ഫിന്നാർ. നരകത്തിലേക്ക് പോകുന്ന ബിദ്അത്ത് എന്ന് റസൂല് പറഞ്ഞത് അതിനെക്കുറിച്ചാണ്. ഏതിനെക്കുറിച്ച്? ഈ ചെയ്യുന്ന കാണിക്കുന്ന കർമ്മത്തിന് ഖുർആനിന്റെയോ സുന്നത്തിന്റെയോ മറ്റ് പ്രമാണങ്ങളുടെയോ പിൻബലം ഇല്ലാത്ത കാര്യങ്ങൾ, അതിനാണ് പുതുനിർമ്മിതി, നരകത്തിലേക്ക് പോകുന്ന കാര്യം എന്ന് പറയുന്നത്. ആരാ പറഞ്ഞത്? ഷാഫി ഇമാമാണ്, ഞങ്ങൾ ആരുമല്ല. ഞങ്ങളുടെ നേതാവ് ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമ ഉള്ളാൾ തങ്ങളല്ല, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദല്ല, സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദല്ല, അഭിമന്യരായ പൊന്മള ഉസ്താദല്ല, സുലൈമാൻ ഉസ്താദല്ല. ഇത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ ലോകത്തിലെ ഇമാമുൽ അഇമ്മ, ഇമാമുകളുടെ ഇമാം എന്ന ഖ്യാതി നേടിയ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ എന്താ ഷാഫി ഇമാം പറയുന്നത്? പിഴച്ചത് എന്ന് പറയണമെങ്കിൽ, പുതിയത്, നരകത്തിലേക്ക് പോകുന്ന തെറ്റായ പുതിയ കാര്യം എന്ന് പറയണമെങ്കിൽ ഖുർആനിന്റെ പിൻബലമില്ലാത്തത്, ഹദീസിന്റെ പിൻബലമില്ലാത്തത്, ഇജ്മാഇന്റെ പിൻബലമില്ലാത്തത്, അഹറിന്റെ പിൻബലമില്ലാത്തത്. അതാ നിങ്ങൾ പറയും. ഞങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ സന്തോഷ പ്രകടനം നടത്തുക എന്ന് പറഞ്ഞല്ലോ. ഈ സന്തോഷ പ്രകടനം പരിശുദ്ധ ഖുർആനിന് അനുസൃതമാണ് എന്ന് ഇവിടെ പറഞ്ഞു. ഞങ്ങൾ നടത്തുന്ന സന്തോഷ പ്രകടനത്തിൽ എന്തൊക്കെയുള്ളത്? മൗലിദോടലാണ്. ഒന്ന് ഭക്ഷണം കൊടുക്കലാണ്, മറ്റൊന്ന് ഞങ്ങൾ ആനന്ദം പ്രകടിപ്പിക്കലാണ്. ഇതൊക്കെ തെളിവുകളെ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യവുമാണ്. പിന്നെ ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യം ഹിന്ദുക്കളുടെ ചോദ്യത്തിന്റെ ഒരു വശം അതാണ്. ഹിന്ദുക്കൾ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ചെയ്യുന്നതാണ്
അവരുടെ ആചാരങ്ങളിൽ അവർ ചെയ്യുന്നതാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ചെയ്യണതല്ല ഓല് ചെയ്യണത്. ഞങ്ങൾ സലാത്തുള്ള സലാമുള്ള അലാ ത്വാഹ റസൂലില്ല സലാത്തുള്ള സലാമുള്ള അലാ യാസീൻ ഹബീബില്ല. കേൾക്കാൻ തന്നെ സലാത്തും സലാമും ചൊല്ലിക്കോട്ടെ ഇങ്ങനെ റാലി നടത്തുക. ഹിന്ദുക്കൾ അങ്ങനെ സലാമും സലാമും റാലി നടത്തൽ എന്തൊക്കെ കളിപ്പാണ്. ക്രിസ്ത്യാനികൾ അങ്ങനെ സലാത്തും സലാമും ചൊല്ലിട്ട് റാലി നടത്തൽ. ഇനി ഭക്ഷണം കൊടുക്കുന്നു ഞങ്ങൾ. എന്താ ഭക്ഷണം? അത് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇസ്ലാം ഇത്ര പ്രോത്സാഹിപ്പിച്ച വേറൊരു കാര്യമുണ്ടോ? പിന്നെ ഞങ്ങൾ ചെയ്തെന്താ? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയാം. അവിടുത്തെ മഹത്വം ഇങ്ങനെ പറയാം, പാടി പറയാം. തെറ്റുണ്ടോ? പ്രമാണങ്ങൾ ഘോഷയാത്രയിൽ മറ്റു മതങ്ങളുടെ ആചാരങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് അതൊക്കെ നമുക്ക് പറയാം. ഞാൻ ഈ പറഞ്ഞത് കേൾക്കാനുള്ള സന്മനസ്സിനൊക്കെ ഉണ്ടാവും. ഇങ്ങനെ പകച്ചു കൊണ്ടുണ്ടാവും. അത് ക്ഷമിക്കാനുള്ള ശക്തി നമുക്ക് വേണം. അതാണ് അപ്പോഴെ സഹിഷ്ണുത ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ ചെയ്യുന്ന വേറൊരു കാര്യമാണ് റസൂലുള്ളാഹിന്റെ കീർത്തനങ്ങൾ പറയാനുള്ളത്, ഇല്ലേ? അത് സ്വഹാബത്ത് പഠിപ്പിച്ചതാണ്. താബികൾ എല്ലാവരും ചെയ്തതാണ്. എന്താ? റസൂലുള്ളാഹി തങ്ങളുടെ മഹത്വങ്ങൾ ഇങ്ങനെ പറയുകയാണ്. എത്ര സ്വഹാബികൾ ഞങ്ങൾ നേരത്തെ ചൊല്ലിയില്ലേ? മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ മഹത്വം പറയുകയാണ്. വഹസന മിൻക ലം ബറകത്തു وأجمل منك لم تلد النساء. നബിയേ, തങ്ങളെപ്പോലെ സൗകുമാര്യതയുള്ള ഒരു മനുഷ്യരെയും ഒരാളും ഒരു കണ്ണും കണ്ടിട്ടില്ല. وأجمل منك لم تلد النساء. തങ്ങളെപ്പോലെ ഭംഗിയുള്ള ഒരു വ്യക്തിയെയും ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം ഇങ്ങനെ പറയാ. ഇത് പറയുമ്പോ റസൂൽ പറയും ഉണ്ടാതെ ഇരുന്നോ അങ്ങനെയല്ല പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങൾ ദ്വാരന്നു കൊടുക്കുകയാണ്. ആർക്ക്? ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത്. അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ്. പരിശുദ്ധാത്മാക്കളെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. ദ്വാരന്നു കൊടുക്കുകയാണ്. കഅബ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മഹത്വം പറയുന്നു. ഇന്നർ റസൂല ലസൈഫുൻ യുസ്തദാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഇല്ലാഹി മസ്ലൂൽ. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ ഊറ്റപ്പെട്ട മിന്നിത്തിളങ്ങുന്ന വാള് പോലെയാകുന്നു എന്നങ്ങ് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഫഅശാറ ബികുമ്മിഹി ഇലൽ ഖൽഖി ലിയഅതു ഫയസ്മഉ മിൻഹു. റസൂൽ തന്റെ കൈ കൊണ്ട് ദൂരെ നിൽക്കുന്ന ആളുകളെ പള്ളിയിലേക്ക് മാടി വിളിച്ചു. ലിയഅതു വരുവീൻ ഫയസ്മഉ മിൻഹു. ഇതാ കഅബ എന്ന മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കേൾക്കുവീൻ. ഇമാം ബൈഹഖി അസ്സുനനുൽ കുബ്രയുടെ 10ാമത്തെ വാല്യം 296ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഇതൊക്കെയാണ്. ഇതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉള്ളതും ആണ്. ഇനി നിങ്ങൾ പറയണം എവിടെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇനി പറയണം, ഇനിയാണ് നിങ്ങൾ പറയേണ്ടത് എവിടെയാണ് ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്നതിനൊക്കെ തെളിവുകളും ഉണ്ട്. ഖുർആന്റെ സുന്നത്തിന്റെ ഹദീസിന്റെ തെളിവുണ്ട്. ഇനി നിങ്ങൾ പറയേണ്ടത് ഈ തെളിവുകൾക്ക് അതീതമായി ഞങ്ങൾ എവിടെയാണ് അന്യമതസ്ഥരുടെ ആചാരം ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് മൈക്കൊടുത്തനെ ആൾക്ക്. അതല്ലേ നിങ്ങള് പല റബീഉൽ അവ്വലിൽ വരുമ്പോൾ നിങ്ങളുടെ ആഘോഷങ്ങളിൽ മറ്റൊരുപാട് മതങ്ങളുടെ ആചാരങ്ങൾ വരുന്നുണ്ട്. ഒരു മതത്തിന്റെ ഒരുപാട് മതം നടക്കട്ടെ. ഒരു മതത്തിന്റെ ഹൈന്ദവരുടെ കൃഷ്ണ ജയന്തി പോലെ, ക്രൈസ്തവരുടെ ദുഃഖവെള്ളി പോലെ, മറ്റുള്ള മതത്തിന്റെ ആചാരങ്ങളെ പോലെ ഘോഷയാത്രയിൽ കാണുന്ന പ്രോത്സാഹനങ്ങളാണ് നിങ്ങൾ റബീഉൽ അവ്വലിൽ നിങ്ങൾ കുട്ടികളെ വെച്ചിട്ട് ചെയ്യുന്നത്. അല്ലാതെ മതവുമായിട്ടൊരു ബന്ധമില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പോരാ. അതുപോലെ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമ്മട്ടം ബഹരിൽ കായം മുക്കിയാൽ പറ്റില്ല. സംഗതി തെരക്കിലേതായിരിക്കാം. എന്താണ് ഞങ്ങളെ ഘോഷയാത്രയിലുള്ള സംഗതി? അത് ആ ക്രിസ്ത്യാനികളിൽ നിന്ന് ഹിന്ദുക്കളിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് എന്താണ് അത് പറഞ്ഞാൽ അതല്ലേ നമുക്കറിയാം. വിഷയം ഇപ്പൊ തീരുമാനമാകുമ്പോൾ നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ഘോഷയാത്ര നിങ്ങളുടെ കുട്ടികളിൽ കാണുന്ന പല കോപ്രായങ്ങളും അല്ല, അതാണ് ശരി. അത് അതിന് ചികിത്സ ചെയ്യാം. പല കോപ്രായങ്ങളും അങ്ങനത്തെ ഒരുപാട് സഹോദരന്മാർ ചോദിക്കണം. എല്ലാവർക്കും മറുപടി കിട്ടും. സംസാരം കൈയോട് ആദ്യം കാണിക്കലില്ല, സംസാരിക്കേണ്ടി വരില്ല. അതല്ല തമാശ.
മറ്റു മതസ്ഥരുടെ കുറെ കോപ്രായത്തങ്ങൾ, എന്താ പറഞ്ഞ കുറെ കോപ്രായങ്ങൾ അത് മനുഷ്യനോട് പറയാൻ പറ്റുമോ? ഭക്ഷണം കഴിക്കുന്ന ആളുകളോട് നേരിട്ട് ആ ജാതി ചോദ്യങ്ങൾ എന്താ കാണിക്കല്ല. ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയുന്ന കാര്യമല്ലത്. നിങ്ങളെ ശക്തി ഭയങ്കര, നിങ്ങളെ ചോദ്യം ആ ജാതി ചോദ്യമല്ലേ, ഭയങ്കര വിശദീകരിക്കേണ്ട ചോദ്യമാണ്. പക്ഷെ ഞാൻ വളരെ കുറച്ചേ പറയുന്നുള്ളൂ. എന്താ വിഷയം? നിങ്ങൾ പറഞ്ഞല്ലോ ഹിന്ദുക്കളുടെ ആചാരങ്ങൾ ഇതിലേക്ക് ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ഘോഷയാത്രയിലുണ്ട്. എന്താണ് അത്? ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ വിശദീകരിക്കാൻ കവലപ്രസംഗം നടത്തിയാൽ ഇത് പറയാൻ നല്ല സുഖമാണ്. ഞാൻ പറ കവലപ്രസംഗങ്ങൾ നടത്തുന്നത് ചോദിച്ചതിന് വ്യക്തമായ മറുപടി പ്രമാണസഹിത ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്ന വാദം തെളിയിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളെ ഘോഷയാത്രയിൽ ഹിന്ദുക്കളുടെ കുറെ കോപ്പറായങ്ങളുണ്ട്. എന്ത് ചോദിച്ചിട്ട് കാണിക്കാൻ കഴിയില്ല. ഖലാസ്, രണ്ടാമത്തെ ആൾക്കും സത്യം ഗ്രഹിക്കട്ടെ. അള്ളാഹു നിങ്ങൾക്കും ഹിദായത്ത് നൽകട്ടെ. നിങ്ങൾക്കും അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. ആ ഹിദായത്തിൽ അള്ളാഹു നിങ്ങളെ ഉറപ്പിച്ചു നിർത്തട്ടെ. ശരി, രണ്ടാമത്തെ ആൾക്ക് സത്യം ബോധപ്പെട്ടു. മൂന്നാമത്തെ ആൾ ചോദിക്കും, അടുത്താണ് എന്താ ഇതുകൊണ്ട് കാര്യം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഈ വലിയ ജനസംഖ്യയിൽ ഇവിടെ സമ്മേളിച്ചത്, ഇത് സംഘടിപ്പിച്ച സംഘാടകർക്ക് ഇൻഷാ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും അതിന്റെ പ്രതിഫലം ഉണ്ടാകും. അള്ളാഹു ഖബൂലാക്കട്ടെ. ആളുകൾക്ക് ഇങ്ങനെ സത്യം തിരിയാണ്, ഉത്തരം മുട്ടും ചോദ്യം മുട്ടും. പിന്നെ ഓരോരുത്തർ അങ്ങനെ മയ്യത്തിന്റെ തലമെന്ന് പേനറിഞ്ഞു പോകുന്ന മാതിരി. അടുത്ത ചോദ്യം ചോദിക്കും. ഞാൻ അഷ്റഫ് യൂണിവേഴ്സിറ്റി, പിന്നെ റസൂലുള്ളാഹിന്റെ ജന്മദിനാണ് ഈ റബീഉൽ അവ്വൽ 12 നിങ്ങൾ ആഘോഷിക്കുന്നത്. ജന്മദിനം റബീഉൽ അവ്വൽ 12 നിങ്ങൾ പറയുന്നുണ്ട്. ശരി, സമ്മതിച്ചു. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അത് സമ്മതിച്ചു. എന്നാൽ റബീഉൽ അവ്വൽ 12 വഫാത്തായത് വഫാത്താണോ അതാണ് ജന്മദിനാണോ എന്താണ് നിങ്ങൾ ആഘോഷിക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളേ. വളരെ നല്ല ചോദ്യം, അതാണ് പ്രസക്തമായ ചോദ്യം. വളരെ നല്ല ചോദ്യം. ഞാൻ നിങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. നിങ്ങൾ മുജാഹിദ് അഹ്മദി റഹിമഹുല്ലാഹ് ഇതേ ചോദ്യം ഈ ഇമാം സുയൂത്തി തന്റെ അൽ ഹാദിരിൽ ഫതാവയിൽ ഇതേ ചോദ്യത്തിന് മറുപടി പറയുന്നു. എന്താ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂല് ജനിച്ചതും റബീഉൽ അവ്വൽ 12 തന്നെയല്ലേ? ആണ്. അപ്പൊ ഇവിടെ അത് ദുഃഖത്തിന്റെ ദിവസമല്ലേ? അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ദുഃഖം ആചരിക്കാൻ പറ്റുമോ? ദുഃഖമാണോ ആചരിക്കേണ്ടത്, അല്ല സന്തോഷമാണോ ആചരിക്കേണ്ടത്? ഇത് സാധാരണ ചോദിക്കുന്ന ചോദ്യം. ഇതിന് 911 വഫാത്തായ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് തന്റെ അൽ ഹാദിരിൽ ഫതാവ എന്ന കിതാബിൽ വ്യക്തമായി കൃത്യമായി മറുപടി പറയുന്നു. എന്താ പറയുന്നത് അറിയോ? കണ്ടോ? ശരീഅത്ത് അത് പ്രേരിപ്പിച്ചിട്ടുള്ളത് അല ഇൽഹാരി ശുക്രി നിഅമി വസ്സബ്രി വസ്സുകൂതി വൽകത്മി ഇൻദൽ മസായിബി. മുസീബത്ത് വിപത്ത് എത്തുന്ന നേരത്ത് മുസ്ലിമീങ്ങളോട് ക്ഷമിക്കാനും സഹിഷ്ണുത പുലർത്താനും അതുപോലെ തന്നെ ആ മുസീബത്തുകളുടെ മേൽ പരമാവധി സഹനം പുലർത്താനുമാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്, പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതേ അവസരത്തിൽ അത് ജന്മത്തെ കുറിച്ചാണെങ്കിലോ അള്ളാഹുവിന്റെ ശരീഅത്ത് പഠിപ്പിച്ചിട്ടുള്ളത് നിഅമത്താകുന്ന ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മിലേക്ക് വെളിപ്പെട്ട ദിവസമാണ്, ഉദയം ചെയ്ത ദിവസമാണ്. അതിലും വലിയ ഒരു നിഅമത്ത്, ഒരു അനുഗ്രഹം ലോകത്തില്ല. അതുകൊണ്ട് ആ അനുഗ്രഹത്തിന്റെ മേൽ ശുക്ർ പ്രകടിപ്പിക്കാനാണ് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നിട്ട് മഹാൻ പറയാം, അതുകൊണ്ടല്ലേ ഒരു നമുക്കൊരു കുഞ്ഞുണ്ടായാൽ അതൊരു ഒരു നിയമത്താണല്ലോ, ആ നിയമത്തിന് ശുക്ർ ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ശരീഅത്ത് നമ്മളോട് അഖീഖ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചത്. അതൊരു നിയമത്താണ്. ആ നിയമത്തിന് നമ്മൾ ശുക്ർ ചെയ്യണം. എന്താ ശുക്ർ? ആ കുട്ടിക്ക് വേണ്ടി ഒരു മാംസം, ഒരു ജീവിയെ, ഒരു ആടിനെ അല്ലെങ്കിൽ ഒരു മൂരിയെ, പോത്തിനെ അറുത്ത് നമ്മൾ അഖീഖ അറുത്ത് കൊടുക്കുന്നു. അതെന്താ? നിയമത്തിന് ശുക്ർ ചെയ്യുന്നതിന്റെ ഭാഗമാണ്. അതേ അവസരത്തിൽ വലം യഅ്മുറു ഇൻദൽ മൗതി, ശരീഅത്ത് കൽപ്പിച്ചിട്ടില്ല, വലം യഅ്മുറു കൽപ്പിച്ചിട്ടില്ല ഇൻദൽ മൗതി, മരിക്കുന്ന നേരത്ത് ഒരാളൻ മരിച്ചാല് അയാളെ മരണത്തിൽ അനുശോചനം പ്രകടിപ്പിച്ചുകൊണ്ട്
ولا بغيره بل نهى عن النياحة وإظهار الجزع. എത്രത്തോളം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ വാവിട്ട് കരയുക, നിലവിളിക്കുക, മാറത്തടിക്കുക, അങ്ങനെയുള്ള പൊറുതികേട് കാണിക്കുന്ന പ്രവണതയെ തൊട്ട് പോലും ശരീഅത്ത് നിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താ കാരണം? അത് മുസീബത്ത് എത്തിയ ദിവസമാണ്. മുസീബത്ത് ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല, അത് ക്ഷമിക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ അന്ന് സന്തോഷം പ്രകടിപ്പിക്കാതിരിക്കുന്നത്. ഇവിടെ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുന്നത് ഏതിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി എന്നതിനു വേണ്ടിയല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു എന്നതിന്റെ പേരിലാണ്. തങ്ങൾ പറയാണ്, അതുകൊണ്ട് ശരീഅത്തിന്റെ മദനി നിയമങ്ങൾ, അടിസ്ഥാന നിയമങ്ങൾ അറിയിക്കുന്നു. അലാ അന്നഹു യഹ്സുനു ഫി ഹാദാ അശ്ശഹരി ഇൽഹാറുൽ ഫറഹി ബിവിലാദത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ വിലാദത്ത് ജനനം കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണം, അത് സുന്നത്താണ് എന്ന് ശരീഅത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. ദൂന ഇൽഹാരിൽ ഹുസ്നി ഫീഹി ബിവഫാത്തിഹി. റസൂലിന്റെ വഫാത്ത് കൊണ്ട്, വിയോഗം കൊണ്ട് ദുഃഖം പ്രകടിപ്പിക്കാനല്ല ശരീഅത്ത് നമ്മളോട് പറയുന്നത്. ഇമാം സുയൂത്തി നിങ്ങളുടെ അതേ ചോദ്യത്തിന് അതുപോലെ അതേ ചോദ്യം അപ്രകാരം എടുത്ത് മറുപടി പറയുന്നു. അപ്പൊ ഇത് ഇന്നൊന്നും തുടങ്ങിയതല്ല, അതൊക്കെ ഇമാമികൾ വളരെ നേരത്തെ പറഞ്ഞു വെച്ചതാണ്. കേട്ടു കേൾക്കല്ല സംശയത്തിന് ദൂരീകരിക്കാൻ മാത്രം നിങ്ങളുടെ ഉത്തരത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ അത് അല്ലല്ല, സംശയം പറഞ്ഞതിന് നിങ്ങളുടെ മനസ്സിൽ വേറെ സംശയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞ സംശയത്തിന് മറുപടി റെഡി, പറഞ്ഞ സംശയത്തിനുള്ള മറുപടി ഞങ്ങൾ ഉത്തരം ഇവിടെ പറഞ്ഞു. ആ പറഞ്ഞ ഉത്തരത്തിൽ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മനസ്സിലുള്ളതിന് മറുപടി പറയാൻ കഴിയില്ല, കാരണം ഞാൻ അവിടേക്ക് എത്തിയിട്ടില്ല, അതിന്റെ അടുത്തെത്തിയിട്ടുള്ളൂ. പിന്നെ അത്രണ്ട് ഉറപ്പല്ലേ, അടുത്ത് തന്നെയല്ലേ പണിയില്ല, ഉറപ്പാണ്, അവിടേക്ക് എത്തിയിട്ടില്ല. നേരത്തെ ചോദിച്ച ആൾ ചോദിച്ചു, മീലാദിന് മറ്റേ ഹിന്ദുക്കളുടെ ശ്രീവേലിയും തമ്മിൽ എന്താണ് ബന്ധം, എന്താ ബന്ധം ഉസ്താദ് ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ വഴിയിലെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട്, ഈ ബ്ലോക്ക് സൃഷ്ടിച്ചുകൊണ്ട് ഈ റാലി ഈ ശ്രീവേലിക്കുണ്ട് നമ്മുടെ റബീഉൽ അവ്വലിന്റെ അതൊരു വളരെ കാലപ്പെട്ട അങ്ങനെ അതൊക്കെ പ്രസക്തമായ വർത്താനല്ലേ, എന്ത് നല്ല വർത്താനാ പറഞ്ഞത്. അങ്ങനെ പറയണം. മറ്റേ നിങ്ങൾ ആവശ്യമില്ലാത്ത മനസ്സിന്റെ ഉള്ളിലുള്ളൊരു സംശയം ഉണ്ട്, അതിന് നമുക്ക് മറുപടി വരാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ അത് മനുഷ്യന്മാരോട് പറയേണ്ട വർത്താനല്ല. മനസ്സിന്റെ ഉള്ളിൽ മറുപടി ഞാൻ തൊള്ളോട് പറഞ്ഞു അതിരിക്കട്ടെ. ഇപ്പൊ ചോദിച്ച നല്ല ചോദ്യം. അതെന്താ? ഈ വഴി ബ്ലോക്ക് ചെയ്തുകൊണ്ടും ജനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടുമുള്ള ഒരു മീലാദ് റാലി, അത് ശ്രീകൃഷ്ണ ജയന്തിയിലുണ്ട്, മീലാദ് റാലിയിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത്. മീലാദ് റാലിയിൽ ഇല്ല. അങ്ങനെ പിന്നെ ഈ വഴിയിൽ ആളുകൾക്ക് ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു റാലി പറ്റൂല. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. അതേ അവസരത്തിൽ ഞങ്ങളെ റാലിയിൽ ആരും അങ്ങനെ ഞങ്ങൾ ഇനി അവിടെ നിൽക്കേണ്ട റാലി രാഷ്ട്രീയക്കാർ പ്രകടനം നടത്തും പോലെ 4 ആളെ ഉണ്ടാവും, 4 തടഞ്ഞിട്ട് ബ്ലോക്കാക്കിയിടും, അങ്ങോട്ട് ബ്ലോക്ക്, എന്നിട്ട് ഓല അങ്ങനെ അവിടെ വിളയാട്ടം നടത്തുക. അങ്ങനത്തെ ഒരു പരിപാടി ഞങ്ങളില്ല, അങ്ങനത്തെ ഒരു പരിപാടി ഞങ്ങൾ നടത്തുന്നില്ല. പിന്നെ ഞങ്ങളെ റാലി പോകുമ്പോ കുട്ടികളെ, ചെറിയ കുട്ടികളാണ്, അപ്പൊ വാഹനം മെല്ലെ പോകേണ്ടി വരും, ചിലപ്പോൾ ഒരു സെക്കൻഡ് അവർ നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ ഒരു മിനിറ്റ് നിർത്തേണ്ടി വരും. ഇതിന് ബ്ലോക്ക് എന്ന് പറയില്ല, അതിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴേക്കും ശിർക്കാവും നരകത്താകും, അങ്ങനെ ഒക്കെ ഇല്ലേ അത് നിങ്ങൾ മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ മയ്യത്തോണ്ട് പോകുമ്പോഴും നമ്മൾ വണ്ടി നിർത്തില്ലേ, അപ്പൊ ഇനി മുതൽ മയ്യത്തോണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നത് അതാ. ഞങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾ ഞങ്ങളെ കണ്ട് പഠിക്കും, ഞങ്ങളെ ദീനെന്താണ്. നിങ്ങൾ വെറുതെ മൗലന്മാരെ കണ്ട് പഠിക്കല്ലേ. മയ്യത്തുണ്ടോകുമ്പോ ദിക്കനും എത്ര സ്ഥലത്ത് വണ്ടി പോകാം, എത്ര നേരം അത് പോകണം, ഇത് പോകും ചെയ്യും, അതിലാർക്കും ഒരു പരാതിയില്ല. എന്നാ അത്ര തന്നെ ഉള്ളൂ. ഞങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഉസ്താദ്മാർ ഞങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, ബ്ലോക്കാകാതെ റാലി നടത്തണേ. അപ്പൊ ഞാൻ കണ്ടോ, ഞങ്ങൾ ബ്ലോക്ക് ആവാതെ തന്നെ ഒരു ഭാഗത്തൂടെ വണ്ടി അങ്ങനെ വിടും, ചിലപ്പോൾ ഒരു മിനിറ്റൊക്കെ നിൽക്കേണ്ടി വരും, അതിൽ എല്ലാവരും നിൽക്കും. ഇപ്പൊ മാത്രമല്ല എപ്പോഴും നിൽക്കലുണ്ട്. അത് മുജാഹിദിന്റെ സ്റ്റേജ് സമ്മേളനം നടത്തുമ്പോൾ എത്ര ഞങ്ങൾ നിൽക്കുന്നു, ഞങ്ങളൊക്കെ ബ്ലോക്കാതെ എത്ര വെച്ചിട്ടാ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പാടില്ലാത്ത നരകത്തൊക്കെ പറയാൻ പറ്റുമോ? ഇതൊക്കെ അത്രയുള്ളൂ. അതൊന്നും വലിയ ശാഖാപരമായ ചെറിയ കാര്യങ്ങൾ പർവ്വതീകരിച്ചിട്ട് ഊതേണ്ടതില്ല. അതുകൊണ്ട് ദീനോട്ട് മാറൂല്ല. ഇത് മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും നടക്കുന്നതാണ്. അതുകൊണ്ട് ഇനി മുതൽ മയ്യത്തൊന്നും കൊണ്ടുപോകാൻ പാടില്ല പള്ളിക്കാട്ടിക്ക്. അവനാന്റെ വീട്ടുവളപ്പിൽ കുഴിച്ചിടേണ്ടതാവും എന്ന് പറയാൻ പറ്റുമോ? പറ്റൂലേ. അതുപോലെ തന്നെ മൗലികാഘോഷവും ആലിയും പാടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അടുത്ത ചോദ്യം ചോദിച്ചോളൂ. മറുപടി കണക്കിന് പേരല്ല എന്താ കളി പറഞ്ഞത്? നേരത്തെ ഉസ്താദ് പ്രസംഗിച്ചപ്പം പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ഞാൻ വേറെ പറഞ്ഞു തരാന്ന് പറഞ്ഞാൽ വേറെ എന്താണ് അത് മാറ്റിവെച്ചത്? മാറ്റിവെക്കാനുള്ള കാരണം ആ പറഞ്ഞ ആയത്ത് ഞങ്ങൾക്ക് മതിയായ തെളിവായത് കൊണ്ടാണ്. ആയത്ത് ഞങ്ങൾക്ക് മതിയായ തെളിവാണ്, അതുകൊണ്ടാണ് മാറ്റിവെച്ചത്. ആയത്തിന്റെ അർത്ഥം ശരിയാണെങ്കിൽ സിദ്ദീഖുൽ അക്ബർ മൗലവി പറഞ്ഞ